ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനാണ്. 2 ആഴ്ച മുമ്പേ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സിനിമ കണ്ടിരുന്നു. ആനന്ദ് ശ്രീബാല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ എന്നോട് ഈ സിനിമയെ കുറിച്ച് എന്താ പറയാ, എന്റെ ഒരു ഒപ്പീനിയൻ റിവ്യൂ ചെയ്യാത്തത് മറന്നുപോയി. അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്താണ് ഈ സിനിമയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെയാണ് ഈ ഒരു സിനിമയെ കുറിച്ചുള്ള എന്റെ ഒപ്പീനിയൻ പറയാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം വിഷ്ണു വിനയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മളെ വിനയന്റെ മകനാണ്. റൈറ്ററായിട്ട് വന്ന അഭിലാഷ് പിള്ളയാണ്. അഭിലാഷ് പിള്ള നമ്മുടെ മാളികപ്പുറത്തിന്റെ റൈറ്ററാണ്. അപ്പം ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത മാധവൻ, സൈജു കുറുപ്പ്, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്. ധ്യാൻ ശ്രീനിവാസൻ ഒക്കെ 2-3 സീനുകളുള്ളൂ. അജു വർഗീസ്, പിന്നെ നമ്മളെ ആക്ടർ ഡോക്ടർ അല്ലേ, അദ്ദേഹം ഉണ്ട് ഒരു പ്രധാന വേഷം. പിന്നെ ശിവത ഉണ്ട്. ഒരു എന്താ പറയാ, കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സിനിമയെ കുറിച്ച് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ നൈസ് മൂവി, നല്ലൊരു ത്രില്ലർ മൂവി. വലിയൊരു വൗ ഫാക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്ന സംഭവമാണ്. എന്നാലും ക്ലൈമാക്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറച്ച് ചെറിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്താ പറയാ, വലിയൊരു സംഭവമായിട്ട് തോന്നില്ല ഈ ഒരു സിനിമ എന്നുള്ളത്. പക്ഷെ എന്തൊക്കെയോ ഉണ്ട്, വളരെ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഡീസന്റ് ആയിട്ടുള്ള ത്രില്ലർ മൂവി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയിട്ടുള്ളത്. പെർഫോമൻസുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകൻ വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. എന്താ വെച്ചാൽ കുറച്ച് ചെറിയൊരു പ്രശ്നം, സാധാരണക്കാരെന്ന് പറയുമെങ്കിൽ സാധാരണക്കാരനല്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അർജുൻ അശോകന്റെ കഥാപാത്രം ഉള്ളത്. വളരെ നൈസായിട്ട് തന്നെ നല്ല രീതിയിൽ കൈയടക്കത്തോടു കൂടി തന്നെ അദ്ദേഹം ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് അടിപൊളി കഥാപാത്രമായിരുന്നു, വളരെ ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖ് നല്ലൊരു കഥാപാത്രമായിരുന്നു. നല്ല കിട്ടിയ റോളുകളൊക്കെ എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ആകെ 2-3 സീനുകളുള്ളൂ. പിന്നെ അജു വർഗീസ് ഉണ്ട്. എല്ലാവരും കിട്ടിയ റോളുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നായികയായിട്ട് വന്ന അപർണ ദാസ് എന്തൊക്കെയോ ചെയ്തു പോകുന്നുണ്ട്, എന്നാലും അത്രേ ഉള്ളൂ. പിന്നെ ആക്ടർ ഡോക്ടറായിട്ട് വന്ന് അങ്ങയുടെ കിടലൻ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ത്രില്ലർ സിനിമ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സീറ്റ് അടിച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് സംഭവിക്കുന്ന ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഈ ഒരു സിനിമയിൽ എനിക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അടുത്തൊന്ന് സംഭവിക്കുന്നുള്ള പിന്നെ ലാസ്റ്റിലേക്ക് ഒരു വൗ ഫാക്ടർ കാര്യങ്ങളൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ത്രില്ലർ സിനിമകളൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം കുറച്ചൊരു ഗുണം ചെയ്യും. ഒരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സ്റ്റോറിയാണ്, എന്നാലും എവിടെയും ബോറടിപ്പിക്കാതെ പറഞ്ഞു പോകുന്നുണ്ടുള്ളതാണ്. അമ്മ മകൻ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ മനോഹരമായ രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ സിനിമയിൽ പറയുകയാണെങ്കിൽ ലെങ്ത് കുറച്ച് കുറയ്ക്കാമായിരുന്നു തോന്നുന്നു. അത്ര ലെങ്ത്തിന്റെ ആവശ്യമില്ലായിരുന്നു, ലെങ്ത് കുറച്ച് കുറയ്ക്കാമായിരുന്നു തോന്നുന്നു. അത് തന്നെയുള്ളൂ. ചുമ്മാ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു ത്രില്ലർ സിനിമ, ആ രീതിയിലാണ് എനിക്ക് ആ സിനിമ തോന്നിയിട്ടുള്ളത്. എന്താ പറയാ, ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചുമ്മാ ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമ, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം വളരെ ഡീസന്റ് ആയിട്ട്, എല്ലാ കാര്യങ്ങളും വളരെ ഡീസന്റ് ആയി ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആണ് കുറച്ചുകൂടി ഒന്ന് ഡെപ്ത് ഇല്ലാതെ പോയത് സ്ക്രിപ്റ്റിനായിരുന്നു. അതൊന്നുകൂടി ഒന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ, ഒരു ഫാക്ടർ കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ നന്നാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. വേറെ ബോറടിപ്പിക്കുകയും മുഷിപ്പിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. കുറച്ചുകൂടി ലെങ്ത് കുറയ്ക്കാമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. എന്തായാലും കണ്ടു നോക്കുക. ഇപ്പോഴും തിയേറ്ററിൽ അവൈലബിൾ ആണെന്ന് തോന്നി ഈ ഒരു സിനിമ. കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. സംഗീതയുടെ ആ ഒരു കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. എല്ലാം വളരെ രണ്ടാഴ്ച കഴിഞ്ഞു തിയേറ്റർ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴും തിയേറ്ററിൽ എല്ലാ സ്ഥലത്തും ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഒരാഴ്ച കൊണ്ട് എന്തായാലും തിയേറ്ററിൽ നിന്ന് പോകുന്നുള്ള ഉറപ്പാണ്. എന്തായാലും കാണാൻ പറ്റുന്നവർ കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.